വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് കൊട്ടയം പിടിച്ചോണ്ടെന്നല്ലേ ഒരു സംഭവമുണ്ട്. നമ്മുടെ മാവ് കുറേ നാൾ കൂടി പൂത്തിട്ടുണ്ടേ. അതിൽ ചെറിയ കണ്ണിമാങ്ങയൊക്കെ ആയി. അപ്പോൾ നമുക്കിന്ന് കണ്ണിമാങ്ങ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് മാങ്ങ വറുക്കാൻ പോയാലോ. ഇന്നലെ രാത്രി ചെറിയ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത്യാവശ്യം കണ്ണിമാങ്ങ വീണിട്ടുണ്ട് കേട്ടോ. കണ്ട, കറക്റ്റ് പാകമാണേ. നമുക്ക് ഇതിനെല്ലാം കളക്ട് ചെയ്ത് ഇതാ കേട്ടോ. നമ്മുടെ മാവ് നല്ല മുഴുത്ത മാവാ. നല്ല മധുരമുള്ള വരിക്കമാവാണ്. നല്ല തേൻവരിക്ക. ഇതേ കുടിമുളക് ഉണ്ട്, അതാ കേട്ടോ ഞാൻ പലതാ ഇട്ടേക്കുന്നേ. അത് കുറേ പറിച്ചു, പക്ഷെ മുകളിലേക്കുള്ള പറിക്കാൻ പറ്റിയില്ലേ. അപ്പം ഇതേ നമുക്ക് ബാസ്ക്കറ്റിനകത്ത് അത്യാവശ്യം മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവനെ നല്ല വൃത്തിയായിട്ട് കഴുകി നമുക്ക് ഇവനെ ഉപ്പിലിടണം. ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം പിറക്കിയ കണ്ണിമാങ്ങനെ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ ഒരു 3 ദിവസം ഉപ്പിലിട്ടതാണേ. നമ്മൾ ഉപ്പിലിട്ട് എങ്ങനെയാന്ന് ചോദിച്ചാൽ കുറച്ച് വിനാഗിരിയും ഉപ്പും ഒരു ലേശം വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഉപ്പിലിട്ട് വെച്ചതാ കേട്ടോ. അച്ചാറിടാനുള്ളതാകുമ്പം അധികം നമുക്ക് ഉപ്പിലിട്ട് വെക്കണ്ടാണേ. അപ്പൊ നമുക്കിനി ഇവന്റെ നിറമൊക്കെ മാറ്റി ഒന്ന് ചുവന്നുള്ളൊരു അച്ചാറാക്കിയാലോ. അപ്പം നമുക്ക് അച്ചാറിടാണ് നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടി, നമ്മുടെ സ്പെഷ്യൽ സാധനം അല്ലേ. അപ്പൊ അവൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചെറുതാന്ന് കൂട്ടുന്ന കടുകൂട്ടനെ ആഡ് ചെയ്യാം. പുറകെ തന്നെ നമ്മുടെ പൊട്ടലുകാരനായ ഉലുവായും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. കൂടെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ആഡ് ചെയ്യാവേ. ഞാൻ ഒരു നന്നായിട്ട് മൂത്ത് വരട്ടെ. നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന മാങ്ങാനെ ആഡ് ചെയ്യാവേ. നമ്മൾ ആ ഉപ്പിലിട്ട വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ വിനാഗിരി എല്ലാം കൂടെ ഒഴിച്ചതായോണ്ടേ, നമ്മൾ ഉപ്പിലിട്ടതായോണ്ട് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാവേ. ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്നങ്ങ് തിളച്ച് കുറുകട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഇത് കണ്ണിമാങ്ങ നന്നായിട്ട് അച്ചാറൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. കണ്ട, നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കായമൊക്കെ കേട്ടോ നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നു. കായപ്പൊടി ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടുന്ന കളറിനും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു
കുറച്ച് പഞ്ചസാര മണികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്താ നമ്മുടെ അച്ചാറിന്റെ ഒരു കളറല്ലേ, നമ്മുടെ മാങ്ങയാണിത് ആ അച്ചാറിനകത്ത് കളന്ന് തിളച്ച് നന്നായിട്ട് കളർ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു ലേശം മതി കേട്ടോ, ഒത്തിരി വിനാഗിരി വേണ്ട. കാരണം നമ്മൾ ഉപ്പിലിട്ടപ്പോൾ വിനാഗിരി ഒഴിച്ചുകൊണ്ട് ഒരു ലേശം വിനാഗിരി കൂടി ആഡ് ചെയ്ത് ഇളക്കാവേ. ഉപ്പിലിട്ട മാങ്ങായ വേണ്ടി പിന്നെ ഉപ്പ് കാണും, ഉപ്പ് കൂടുതലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി ഉപ്പ് കൂടുതലാണെങ്കിൽ ഒരു കുറച്ചും കൂടെ നമ്മുടെ ഷുഗറിന്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഉപ്പ് ബാലൻസ് ആയിക്കോളുവേ. ഇനി ഇതൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് തിളച്ച് ഒരു കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാവേ. ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാർ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം കണ്ണിമാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.